അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇന്ന് പറഞ്ഞു തരുന്നത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം യൻവിയൽ മഅ്മൂമു അൽ ഇഖ്തിദാ അവിൽ ജമാഅത്ത. ജമാഅത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിലോ ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നൊക്കെ ഈ മഅ്മൂമിന്റെ നിയ്യത്തിൽ കൊണ്ടുവരണം. ഫലോ തറക്കൽ മഅ്മൂമു അന്നിയ്യത്ത. ഈ ഇമാമിന്റെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ഈ മഅ്മൂം ഒഴിവാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് വതാബഅ ഫിൽ അഫ്ആലി, ഇമാമിന്റെ പോക്കുവരവിന്റെ ഒപ്പം അങ്ങനെ മഅ്മൂം പോകുകയും ചെയ്യുന്നുണ്ട്. ഇമാം റുകൂക്ക് പോകുമ്പോൾ മഅ്മൂം പോകുന്നുണ്ട്, പക്ഷെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ നിയ്യത്ത് വെച്ചിട്ടില്ല. ഇമാമിന്റെ പോക്കുവരവിന്റെ കൂടെ ഇമാമിന്റെ ഒപ്പം അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ ബത്തലത്തി സ്വലാത്തു, ആ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന വ്യക്തി മഅൽ ഇമാമി അവിൽ ഇഖ്തിദാ അവിൽ ജമാഅത്ത് എന്നൊക്കെ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അങ്ങനെ വെച്ചെങ്കിലേ ഇമാമിന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോക്കുവരവ് നടത്താൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇദ്ദേഹം ഇമാമിന്റെ ജമാഅത്തായി നിസ്കരിച്ചു, ഈ നിയ്യത്ത് വെച്ചിട്ടില്ല, എന്നാൽ പിന്നെ ഇമാമിന്റെ കൂടെ പോകണ്ട ചമയ ഒറ്റക്കായിട്ട് നിസ്കരിക്കുക. അല്ലാത്ത പക്ഷം ഇമാമിന്റെ കൂടെ എന്ന് നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ, അത് വെക്കാതെ പിന്നെ ഇമാമിന്റെ കൂടെ തുടർന്നാൽ ആ പോക്കുവരവിന്റെ കൂടെ ഇമാമിന്റെ ഒപ്പം പോയാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത്. വലാ ഇഷ്തറത്തു നിയ്യത്തു അൽ ഇമാമത്ത്. ഇമാമിന് എന്നാൽ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന നിബന്ധനയില്ല. ഇല്ലാ ഫിൽ ജുമാഅത്തി, ജുമായിൽ ഒഴികെ. ജുമാ നടക്കണമെങ്കിൽ അത് ജമാഅത്തായിട്ട് നടത്തിയെങ്കിലേ പറ്റുള്ളൂ. ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജമാഅത്തായിട്ട് നടത്തുന്ന നിർബന്ധമല്ലല്ലോ, ഒറ്റക്ക് നിസ്കരിച്ചാലും ളുഹർ സഹിയാവും. എന്നാൽ ജുമാ നിർവഹിക്കണമെങ്കിൽ അവിടെ ജമാഅത്തായി നടത്തുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇമാമാകുന്ന വ്യക്തിക്ക് ജുമാ നിസ്കരിക്കുന്നു എങ്കിൽ അവൻ ഇമാമത്തിന് കരുതൽ നിർബന്ധമാണ്. അത് നേരെ മറിച്ച് മറ്റു വക്ത് നിസ്കാരങ്ങൾ അദ്ദേഹം ഇമാമത്തിന് കരുതിയിട്ടില്ലെങ്കിലും നിസ്കാരം സ്വഹിയാകും. അല്ലാഹു നാഫിയായ ഇൽമ തരട്ടെ. അസ്സലാമു അലൈക്കും.